രമേശ് ചെന്നിത്തല കേന്ദ്രത്തിന് അയച്ച കത്തിൽ ചലനങ്ങൾ രൂക്ഷമാകുന്നു. ദേശീയ മാധ്യമങ്ങൾ കത്തിലെ ചില വിശദാംശങ്ങൾ അടങ്ങിയ വാർത്തകൾ നൽകിയിരുന്നു. പക്ഷേ ആ കത്തിന്റെ പകർപ്പ് തന്നെ പീപ്പിൾ TV ഇന്ന് രാവിലെ പുറത്തുവിട്ടിരുന്നു. നിരവധി കാര്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ രമേശ് ചെന്നിത്തല നൽകിയത്. ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങളുമായി ഇപ്പോൾ സന്തോഷ് M ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സന്തോഷ്, പീപ്പിൾ TV ആണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് എഴുതിയ കത്തിന്റെ പകർപ്പ് പുറത്തുവിടുന്നത്. ഏറെ ചർച്ചയായി കേരളത്തിലത്. ഇപ്പോൾ ഇതാ കേന്ദ്രം ഇടപെടുന്നു. ഹൈക്കമാൻഡ് 3 നേതാക്കന്മാരെയും ദില്ലിയിലേക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. സന്തോഷം. അജിംഷാദ്, കേരളത്തിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വിഷയങ്ങൾ വളരെ ഗൗരവമായി തന്നെയാണ് ഹൈക്കമാൻഡ് കാണുന്നത് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, VM സുധീരൻ എന്നിവർ 22-ാം തീയതി ദില്ലിയിൽ എത്തണം എന്നാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിരിക്കുന്നത്. 22-ാം തീയതി ദില്ലിയിൽ വെച്ച് ചർച്ച നടക്കും. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ചും കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസിനിടയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ പ്രശ്നങ്ങൾ ഗൗരവത്തോടു കൂടി തന്നെ ഹൈക്കമാൻഡ് കാണുന്നു എന്ന് വേണം കരുതാൻ. കാരണം നേരത്തെ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾ, കേരളത്തിൽ ഉയർന്നിട്ടുള്ള സോളാർ വിഷയം ഉൾപ്പെടെയുള്ള അഴിമതി ആരോപണങ്ങളാണ് തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം എന്നുള്ള സൂചന എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് കത്തയച്ചിട്ടുള്ളത്. ഈ ഒരു കത്ത് തന്നെയാണ് ഹൈക്കമാൻഡിനെ ഈ തരത്തിൽ ചിന്തിപ്പിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ചും ഇന്ന് പീപ്പിൾ TV ഈ വാർത്ത പുറത്തുവിട്ടതിന് ശേഷം, ഈ കത്ത് പുറത്തുവിട്ടതിന് ശേഷം ഇത് സംബന്ധിച്ച നിർണായകമായിട്ടുള്ള കൂടിയാലോചനകളും ചർച്ചകളും എല്ലാം തന്നെ നടന്നിട്ടുണ്ട്. കേരള നേതാക്കന്മാരെ ഫോണിൽ വിളിച്ച് ഈ കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് 3 നേതാക്കളോടും ദില്ലിയിലെത്തണം എന്നുള്ള അടിയന്തര നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഇത്തരത്തിൽ രമേശ് ചെന്നിത്തല ഒരു കത്തയച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നതോടുകൂടി, ഈ കത്തിന്റെ പകർപ്പ് തന്നെ പുറത്തു വന്നതോടുകൂടി കേരളത്തിലെ കോൺഗ്രസിന്റെ ഇടയിലും പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. VM സുധീരൻ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ളവർക്ക് ചെന്നിത്തല അയച്ച ഈ കത്തിനോട് അവമതിപ്പുണ്ട്. ഇത്തരത്തിൽ രഹസ്യമായി ഒരു കത്തയച്ചു എന്നുള്ള ഈ ഒരു വാർത്ത പുറത്തു വന്നതോടുകൂടി അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കോൺഗ്രസിൽ ആഭ്യന്തര കലാഹം ഉണ്ടാകുന്നത് തിരഞ്ഞെടുപ്പിനെ ഗുരുതരമായി ബാധിക്കും എന്നുള്ള നിരീക്ഷണമാണ് ദേശീയ നേതൃത്വത്തിനുള്ളത്. ഏതായാലും നേരത്തെ തന്നെ കേരള നേതാക്കളെ വിളിപ്പിച്ച് ഈ ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തണം എന്ന് ഹൈക്കമാൻഡ് തീരുമാനിച്ചതാണ്. ഇപ്പോൾ ഈ വാർത്തകൾ സജീവമായ സാഹചര്യത്തിൽ കൂടിയാണ് 22-ന് തന്നെ നേതാക്കൾ ദില്ലിയിലെത്തണമെന്നും ഈ വിഷയങ്ങൾ അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ഇപ്പോൾ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിംഷാദ്. തീർച്ചയായും സന്തോഷ്. അതായത് പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ട ആ കത്തിലെ വിശദാംശങ്ങൾ ഒരിക്കൽ കൂടി ഇതിന്റെ പശ്ചാത്തലത്തിൽ ചർച്ചയായി എത്തുകയാണ്. അതായത് പീപ്പിൾ TV തന്നെ പുറത്തു കൊണ്ടുവന്ന സോളാറുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യമന്ത്രിക്കെതിരെ പ്രധാനമായും രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരാൻ കാരണമാകുന്നത്. പ്രതിപക്ഷം കടുത്ത രീതിയിൽ സമരങ്ങൾ ഉയർത്തുന്നു. വിവിധ കോണുകൾ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാകുന്നു. ഇവിടെയൊക്കെ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർന്നിരിക്കുന്നു എന്നും അതാണ് തിരഞ്ഞെടുപ്പിനെ ബാധിച്ചതെന്നും ഒപ്പം ന്യൂനപക്ഷ പ്രതിനിധികളുടെ അധിക സാന്നിധ്യം മന്ത്രിസഭയിൽ ഉണ്ടെന്നും അത് ഹിന്ദു വോട്ടുകളെ അന്യമാക്കിയെന്നും ഒക്കെയുള്ള കാരണങ്ങൾ അടങ്ങുന്ന അക്കമിട്ട് രമേശ് ചെന്നിത്തല എഴുതിയ ആ കത്തിന്റെ പകർപ്പ് തന്നെയാണ് ഇന്ന് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുന്നത് ഏതു തരത്തിലാണ്? അജിംഷാദ്, ഹൈക്കമാൻഡിനെ സംബന്ധിച്ചിടത്തോളം കേരള സംസ്ഥാനത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ എന്നുള്ളത് വളരെ നിർണായകമാണ്. കാരണം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഏറ്റിട്ടുള്ള കനത്ത തിരിച്ചടി, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് കനത്ത തിരിച്ചടിയേൽക്കുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയും കഴിഞ്ഞ 2014-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്തും മറ്റ് സംസ്ഥാനങ്ങൾ പൂർണ്ണമായും കോൺഗ്രസിനെ തള്ളിക്കളഞ്ഞപ്പോൾ കോൺഗ്രസിന് ആശ്വസിക്കാനുള്ള വക നൽകിയത് കേരള സംസ്ഥാനമാണ്. അതുമാത്രമല്ല, കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം കുറഞ്ഞു വരുന്ന ഒരു സ്ഥിതിവിശേഷം നിലവിലുണ്ട്. രാജ്യസഭയിൽ ഉൾപ്പെടെ കോൺഗ്രസിന് അംഗങ്ങൾ കുറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കേരള നിയമസഭാ തിരഞ്ഞെടുപ്പിനെ കുറച്ച് പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഹൈക്കമാൻഡ് കാണുന്നത്. ആ സാഹചര്യത്തിലാണ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി കോൺഗ്രസിന് ഏറ്റിട്ടുമുള്ളത്. എന്താണ് ഈ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ കാരണം എന്നുള്ള തലത്തിൽ കേരളത്തിലെ നേതാക്കൾക്കിടയിൽ തന്നെ ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഹൈക്കമാൻഡിന് നൽകിയ റിപ്പോർട്ട്
റിപ്പോർട്ട് പ്രകാരം വിവിധ നേതാക്കൾ വിവിധ അഭിപ്രായങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തി തെരഞ്ഞെടുപ്പിന് ശേഷം അറിയിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ഈ അഴിമതി ആരോപണങ്ങളോ സർക്കാരിനെതിരായിട്ടുള്ള വിലയിരുത്തലോ അല്ല തിരഞ്ഞെടുപ്പ് പരാജയത്തിനുണ്ടായ കാരണം എന്നാണ് വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ആ സാഹചര്യത്തിൽ തന്നെയാണ് രമേശ് ചെന്നിത്തല ഇത്തരം വളരെ വിശദമായ ഒരു കത്ത് ഹൈക്കമാൻഡിന് അയച്ചത്. ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഉമ്മൻചാണ്ടി സന്തോഷം ദയവായി തുടരുക. ഇപ്പോൾ നമ്മളോടൊപ്പം പന്തളം സുധാകരൻ, മുതിർന്ന കോൺഗ്രസ് നേതാവ് ചേരുകയാണ്. ശ്രീ പന്തളം സുധാകരൻ, കേന്ദ്രം ഇടപെടുന്നു, ഹൈക്കമാൻഡ് ഇടപെടുന്നു. ശ്രീ പന്തളം സുധാകരൻ, കേരളത്തിൽ നടക്കുന്ന കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും അസ്വസ്ഥതയുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ലത് സംഭവിച്ചാലും മോശം സംഭവിച്ചാലും അത് ഇടപെടുക എന്നുള്ളത് ഹൈക്കമാൻഡിന്റെ ഉത്തരവാദിത്തമാണ്. ഇവിടെ ഇപ്പോ ഇന്നിപ്പോ രമേശ് ചെന്നിത്തലയുടേതായി പുറത്തു വന്ന കത്തിന്റെ അടിസ്ഥാനത്തിൽ ഡൽഹിയിലേക്ക് ഈ നേതാക്കന്മാരെ വിളിച്ചതായി എനിക്ക് തോന്നുന്നില്ല. അതിനു മുമ്പ് തന്നെ 21-ാം തീയതി പാർലമെന്റിൽ കോൺഗ്രസിന്റെ മുഴുവൻ എംപിമാരും ഡൽഹിയിൽ തുടരണം എന്ന് പറഞ്ഞു. എല്ലാ സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കന്മാർ ഡൽഹിയിൽ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം 22-ാം തീയതി KPC പ്രസിഡന്റും അത് 21-ാം തീയതി അല്ലേ ശ്രീ പന്തളം സുധാകരൻ? അത് താങ്കളുടെ പരിമിതി തീർച്ചയായും മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും അത് 21-ാം തീയതിയാണ്. 22-ാം തീയതി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഈ 3 നേതാക്കന്മാരെ കാണാൻ തീരുമാനിച്ചിരിക്കുന്നു. അല്ല, 21-ാം തീയതി എംപിമാരോട് അവിടെ ഹാജരാവാൻ, അവിടെ 21-ാം തീയതി അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. 22-ാം തീയതി ഈ തെരഞ്ഞെടുപ്പ് ഇയറാണല്ലോ, തെരഞ്ഞെടുപ്പ് മാസങ്ങളല്ലേ. അപ്പൊ തീർച്ചയായും അതിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് വേണ്ടി തന്നെയാണ് മുഗൾ വാസ്നിക് AICC ജനറൽ സെക്രട്ടറി, ചാർജുള്ള ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അവിടെ ചർച്ച നടക്കുന്നുണ്ട്. ആ ചർച്ചയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നേതാക്കന്മാരെ 22-ന് അങ്ങോട്ട് വിളിച്ചിരിക്കുന്നത്. അതല്ലാതെ ഇങ്ങനെ ഒരു കത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞങ്ങൾ ആരും കരുതില്ല. കത്തിന്റെ അടിസ്ഥാനത്തിലല്ല. തീർച്ചയായും ശ്രീ പന്തളം സുധാകരൻ, അതായത് മുഖ്യമന്ത്രിക്കെതിരെ സോളാർ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാവുകയും പ്രതിപക്ഷം ശക്തമായ ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലൊക്കെയും ഒരുപക്ഷെ കോൺഗ്രസ് പുറത്തിതായിരുന്നു പറഞ്ഞത്, ഇത്തരത്തിൽ ഒരു പ്രശ്നവുമില്ല, മുഖ്യമന്ത്രിയുടെ ഇമേജിന് ഒരു കോട്ടവുമില്ല എന്ന്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഇമേജ് ഇടിഞ്ഞിരിക്കുന്നുവെന്നും മുഖ്യമന്ത്രിയുടെ ഇമേജിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു എന്നും മന്ത്രിസഭയിലെ രണ്ടാമനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആഭ്യന്തരമന്ത്രി തന്നെ കത്തെഴുതിയിരിക്കുന്നു. ആ കത്തിൻ്റെ പകർപ്പാണെന്ന് പീപ്പിൾ TV പുറത്തുവിട്ടത്. അതും ഹൈക്കമാൻഡിനാണ് അത്തരത്തിൽ ഒരു കത്തെഴുതിയിരിക്കുന്നത്. അതല്ല, ശ്രീ രമേശ് ചെന്നിത്തല അങ്ങനെ ഒരു കത്ത് നൽകിയിട്ടില്ല എന്ന് അദ്ദേഹത്തിന്റെ ഓഫീസ് തന്നെ നിഷേധിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു കത്തിന്റെ രൂപം പീപ്പിൾസിൽ ഉൾപ്പെടെയുള്ള നമ്മളെ പൊതുജനങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് അതിന് പൊതുവികാരം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ, ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്കുണ്ടായ അപ്രതീക്ഷിതമായ ഒരു മങ്ങൽ, ഒരു വലിയ പരാജയം, കനത്ത പരാജയം ഉണ്ടായി എന്നൊന്നും ഞങ്ങൾക്ക് കരുതുന്നില്ല. പരാജയം ഉണ്ടായിട്ടില്ല. പല പ്രാദേശിക കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് ക്ഷീണം സംഭവിച്ചു. ആ ക്ഷീണത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുകയാണ് ശ്രീ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ. ശ്രീ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി മാത്രമല്ലല്ലോ, കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് നേതൃത്വം കൊടുത്താരാണ്? ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ രമേശ് ചെന്നിത്തല, DS സുധീരൻ അടങ്ങുന്ന 3 നേതാക്കന്മാരാണ്. അതുപോലെ ശ്രീ A K ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ ഈ 3 പേർ നേതൃത്വം നൽകുന്ന തെരഞ്ഞെടുപ്പ് പ്രവർത്തനമാണ് വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ നടക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. പക്ഷെ ഈ ചില ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, ഘടകകക്ഷി തമ്മിലുള്ള പടലപ്പിണക്കം, ഇതൊക്കെ ഞങ്ങളുടെ പരാജയത്തെ, ഞങ്ങളുടെ ആ വിജയത്തിനെ ബാധിച്ചു. ശ്രീ പന്തളം സുധാകരൻ, താങ്കൾ വളരെ പരിണതപ്രജ്ഞനായ നേതാവാണ്. തീർച്ചയായും കേരളം ബഹുമാനിക്കുന്ന ഒരു നേതാവാണ്. ആ അർത്ഥത്തിൽ കൂടിയാണ് ചോദിക്കുന്നത്. അതായത് തീർച്ചയായും താങ്കളുടെ പരിമിതി മനസ്സിലാക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒന്നും ഞങ്ങൾ ഏറ്റെടുക്കുന്നു എന്ന പരാമർശമല്ല ആ കത്തിലുള്ളത്. ആ കത്തിൽ രമേശ് ചെന്നിത്തലയുടെ ഒപ്പോടുകൂടിയ, പേരും ഒപ്പോടും കൂടിയ ആ കത്തിൽ ഇന്ന് പീപ്പിൾ TV അതിൻ്റെ പകർപ്പ് പുറത്തുവിട്ടിരിക്കുകയാണ്. ആ പകർപ്പിൽ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഇമേജ് നഷ്ടമായിരിക്കുന്നു. അത്തരത്തിൽ നഷ്ടമായത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. 1. 2, മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന മന്ത്രിസഭയിലടക്കം ന്യൂനപക്ഷങ്ങളുടെ അധിക പ്രാതിനിധ്യമുണ്ട്. അത് ഹിന്ദു വോട്ടുകളെ അന്യമാക്കി. ഇത്തരം മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടുള്ള ശക്തമായ വിമർശനം, പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ, അതാണ് രമേശ് ചെന്നിത്തല ഇന്ന് മുമ്പോട്ട് വെച്ചത്. ഒപ്പം സുധീരൻ ഇതിനെയൊക്കെ എതിർക്കുന്നതായും വാർത്തകൾ പുറത്തെത്തുന്നു. പക്ഷേ അങ്ങനെ എതിർക്കുമ്പോഴും അത് രമേശ് ചെന്നിത്തല 75 മണിക്കൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. അവിടെ ഒന്നും രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞില്ലല്ലോ എന്നാണ് സുധീരന്റെ എതിർപ്പ് വന്നത്. മുഖ്യമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ തെറ്റാണെന്നോ കളവാണെന്നോ തള്ളുന്നുവെന്നോ സുധീരൻ പറഞ്ഞില്ല. അങ്ങനെ കൂടിയുണ്ട്.
അല്ല, ഞങ്ങളുടെ പാർട്ടി ഒരു വിശാലമായ ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങൾ എവിടെയും പ്രകടിപ്പിക്കാൻ, അത് കത്തിലൂടെ ആയാലും അതല്ലാതെയും പ്രകടിപ്പിക്കാനുള്ള അവകാശമുണ്ട്. പലരും മാധ്യമങ്ങളിലൂടെ പോലും പാർട്ടിയുടെ വിലക്ക് ലംഘിച്ച് പോലും അഭിപ്രായ പ്രകടനം നടത്തുന്ന അധികം സ്വാതന്ത്ര്യമുള്ള ഒരു പാർട്ടിയാണ് ഞങ്ങളുടേത്. ശ്രീ രമേശ് ചെന്നിത്തല ഒരു കോൺഗ്രസ് പ്രവർത്തകൻ എന്നുള്ള നിലയിൽ പ്രകടിപ്പിച്ച വികാരം അതിനെ പോസിറ്റീവായിട്ട് കാണണം എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം. തീർച്ചയായും ഒരു തുറന്ന ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിൽ അത്തരത്തിൽ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തുറന്നു പറയാനുണ്ടായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ തുറന്നു പറഞ്ഞ കാരണങ്ങൾ മുഖ്യമന്ത്രിക്കെതിരെ ഉള്ള കാരണങ്ങളാണ് തുറന്നു പറഞ്ഞത്. അപ്പോൾ മുഖ്യമന്ത്രിക്കെതിരെ നിലനിൽക്കുന്ന കാരണങ്ങൾ പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട് അത് പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. അതാണ് പ്രശ്നം. ശ്രീ പന്തളം സുധാകരൻ മുഖ്യമന്ത്രിക്കെതിരെയല്ല പറഞ്ഞത്, ഗവൺമെന്റിന്റെ ചില നടപടികളെ കുറിച്ചാണ്. അപ്പൊ ഗവൺമെന്റിന്റെ നേതൃത്വം കൊടുക്കുന്ന ക്യാപ്റ്റൻ എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയാണ്. അപ്പൊ ആരാണ് നാളെ രമേശ് ചെന്നിത്തലയാണെങ്കിൽ അല്ലെങ്കിൽ നാളെ മറ്റൊരാളാണെങ്കിൽ ആ ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന ആളിനെ പിൻപോയിന്റ് ചെയ്തു തന്നെ ആയിരിക്കുമല്ലോ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. ആ നിലയ്ക്ക് മാത്രം ഇതിനെ കണ്ടാൽ മതി. അതല്ലാതെ ഈ ഒരു പടലപ്പടക്കമോ അല്ലെങ്കിൽ നേതൃത്വ മാറ്റത്തെ കുറിച്ചുള്ള ചർച്ച ഒന്നുമായി ഇതിനെ കാണരുതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും നേതൃമാറ്റമോ അല്ലെങ്കിൽ ആ വിഷയമല്ല. പക്ഷേ ഇതിൽ കാതലായി വരുന്നത് പ്രതിപക്ഷം മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ. പൊതുവെ കേരളത്തിൽ മുഖ്യമന്ത്രിക്കെതിരെ സോളാറും ഒക്കെയായിട്ട് പീപ്പിൾ ടി വിയാണ് ഈ സോളാർ എന്ന സംഭവം തന്നെ പുറത്തുവിടുന്നത്. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് കേരളത്തിൽ പ്രതിഷേധം ശക്തമാകുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷം അടക്കമുള്ളവർ അല്ലെങ്കിൽ UDF വിരുദ്ധ ചേരിയിൽ നിൽക്കുന്നവർ ഉന്നയിക്കുന്ന ആരോപണം മുഖ്യമന്ത്രിയുടെ ഇമേജ് തകർന്നു എന്നത്, അത് ആഭ്യന്തരമന്ത്രി തന്നെ ഹൈക്കമാൻഡിന് കത്തായി ആഭ്യന്തരമായി തന്നെ അയച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രമുഖ വിഷയം. അതാണ് ഗൗരവമായ ചർച്ചയ്ക്ക് കേരളം വഴിവെച്ചിരിക്കുന്നത്. അല്ല, ഇത് ഒരു സാധാരണമായ കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഗൗരവമായ ചർച്ചയ്ക്ക് യഥാർത്ഥത്തിൽ ഞങ്ങളുടെ പാർട്ടി ഫോറത്തിൽ മാത്രം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യം ഇതിപ്പോ മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നപ്പോൾ അത് കേരളത്തിലെ ജനങ്ങളും ചർച്ച ചെയ്യും. കാരണം ഇതൊക്കെ പല ആവർത്തി പറഞ്ഞു വന്ന ചില കാര്യങ്ങൾ മാത്രമല്ല. രമേശ് ചെന്നിത്തലയെ പോലുള്ള ഒരാൾ ഒരു കത്ത് നൽകുമ്പോൾ അല്ലെങ്കിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുമ്പോൾ എന്തെങ്കിലും ഒന്ന് പറയുന്നതല്ലല്ലോ. അതിന്റെ യുക്തിസഹമായ ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിയുള്ള പ്രതികരണമാണ് നടത്തേണ്ടത്. അത്തരം ഒരു പ്രതികരണമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. എങ്കിൽ ശരി, ശ്രീ പന്തളം സുധാകരൻ, ഈ കത്തിൽ ചെന്നിത്തല പറഞ്ഞ കാര്യങ്ങളൊക്കെ യുക്തിഭദ്രമാണെന്ന് താങ്കൾ വിശ്വസിക്കുന്നു? അങ്ങനല്ല, ഗുണപരമായ മാറ്റം കോൺഗ്രസിലും മുന്നണിയിലും വരണം എന്നുള്ള ആത്മാർത്ഥമായ ഒരു കോൺഗ്രസ് നേതാവിന്റെ വികാരമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണണം. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ചർച്ചകൾ ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഈ ചർച്ചകൾ നേരത്തെ ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഡൽഹിയിലേക്ക് 22-ാം തീയതി ഞങ്ങളുടെ നേതാക്കന്മാരെ ക്ഷണിച്ചിട്ടുള്ളത്. അപ്പൊ അത് തെരഞ്ഞെടുപ്പില് ഞങ്ങൾ കൂടുതൽ ഊർജം പകരുമെന്ന കാര്യത്തിൽ ഒരു സംശയം. ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം എന്തായാലും ഹൈക്കമാൻഡിന്റെ ഇടപെടലോടുകൂടി സംജാതമാകും. ശ്രീ പന്തളം ഒരു സംശയം. അതായത് ഈ മുഖ്യമന്ത്രിക്കെതിരെ അടക്കം അല്ലെങ്കിൽ താങ്കൾ പറയുന്നത് പോലെ സ്വയം വിമർശനം ഉൾക്കൊള്ളുന്ന ഈ കത്തിലെ പരാമർശങ്ങൾ കൃത്യവും യുക്തിഭദ്രവുമായ രീതിയിൽ പാർട്ടിയെ സഹായിക്കാൻ ഉതകുന്നതാണ് എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? രമേശ് ചെന്നിത്തലയുടെ കത്ത് അല്ല, അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പല അഭിപ്രായങ്ങളും പാർട്ടി നേതൃത്വത്തിന്, സാധാരണ പ്രവർത്തകർക്ക്, ഇനി കോൺഗ്രസിനെ ഇഷ്ടപ്പെടുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു അഭിപ്രായമാണ് അതിനകത്തുള്ളത്. അതിന്റെ വേണ്ട മാറ്റങ്ങൾ വരുത്തി അതിന്റെ അനുസരിച്ച് കാര്യം ക്രിയാത്മകമായ വിമർശനമല്ല, വിമർശിക്കാതെ ആ പോസിറ്റീവ് ക്രിറ്റിസിസം അതാണ് ഇവിടെ കാണേണ്ടത്. ആ പോസിറ്റീവ് ക്രിറ്റിസിസം എന്ന് പറയുന്നത് ഒരാളെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല, പകരം ഒരാളെ നേർവഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ മുന്നണിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിച്ചുകൊണ്ട് ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു മുന്നേറ്റം, അതായത് തിരിച്ചുവരവല്ലല്ലോ, ഒരു മുന്നേറ്റം ഞങ്ങൾക്കുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ഒരു ഡെമോക്രാറ്റിക് ഡിസ്കഷനാണ് ശ്രീ രമേശ് ചെന്നിത്തല തുറക്കം കുറിച്ചിരിക്കുന്നത്. തീർച്ചയായും വളരെ വ്യക്തമാണ്. പന്തളം സുധാകരൻ. ഇപ്പോൾ KP അനിൽകുമാർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ അനിൽകുമാർ, സുധീരൻ പോലും വിമർശിച്ചിരിക്കുന്നു രമേശ് ചെന്നിത്തലയുടെ ഈ കത്തിന്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. ഇപ്പോൾ പന്തളം സുധാകരൻ പറഞ്ഞു, ക്രിയാത്മകമായി സഹായിക്കാൻ ഉതകുന്ന അല്ലെങ്കിൽ സാധാരണക്കാർക്കും കോൺഗ്രസ് പ്രവർത്തകർക്കും ഒക്കെ ബോധ്യമുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരാമർശമാണ് നല്ല അർത്ഥത്തിൽ ചെന്നിത്തല മുമ്പോട്ട് വെച്ചതെന്ന് കത്തിലൂടെ. സുധീരനും രമേശ് ചെന്നിത്തലയെ വിമർശിക്കുമ്പോൾ ആ കത്തിലെ പരാമർശങ്ങളെ ഒന്നും തള്ളുന്നില്ല. ഇത് രമേശ് ചെന്നിത്തലയ്ക്ക് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട 75 മണിക്കൂർ ചർച്ചയിൽ ഈ കാര്യങ്ങളൊക്കെ ഉന്നയിക്കാമായിരുന്നു എന്ന പരിഭവം മാത്രമാണ് സുധീരന്റെ ഭാഗത്തു നിന്നും പുറത്തേക്കെത്തുന്നത്. ഈ കത്തുമായി ബന്ധപ്പെട്ടിപ്പോൾ 3 നേതാക്കന്മാരെ ഹൈക്കമാൻഡ് വിളിച്ചിരിക്കുന്നു എന്ന വാർത്തയുടെ പശ്ചാത്തലത്തിൽ ശ്രീ KP അനിൽകുമാർ.
ഹലോ പറഞ്ഞോളൂ ശ്രീ കെ പി അനിൽകുമാർ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഇതിനകത്ത് ഈ ഫോണിനകത്തൊരു ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ട്, പറഞ്ഞോളൂ, കേൾക്കാം. അല്ല, ഈ കത്തിനെ കുറിച്ച് എനിക്കറിയില്ല. ഞാൻ കാലത്ത് മുതൽ യാത്രയായിരുന്നു. ഞാൻ കൊല്ലത്ത് ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരുവനന്തപുരത്തേക്ക് വരികയാണ് കമ്മിറ്റി പങ്കെടുക്കാൻ. അതുകൊണ്ട് ഈ കത്തിനെ കുറിച്ചോ കത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ചോ നിങ്ങളുടെ വാർത്തയോ ഞാൻ കണ്ടിട്ടില്ല. പറഞ്ഞ അറിവ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു തരാം, അതിന്റെ വിശദാംശങ്ങൾ പറഞ്ഞു തരാം ശ്രീ അനിൽകുമാർ. അതായത് മുഖ്യമന്ത്രിക്കെതിരായ ഒരു കത്താണ് ഇന്ന് പീപ്പിൾ TV അതിന്റെ പകർപ്പ് സഹിതം രമേശ് ചെന്നിത്തലയുടെ പേരും ഒപ്പോടും കൂടി ആ ഹൈക്കമാൻഡിന് നൽകിയ ആ കത്തിന്റെ പകർപ്പ് പീപ്പിൾ TV പുറത്തുവിട്ടു. അതായത് അതിൽ പറയുന്നത് മുഖ്യമന്ത്രിക്ക് ഇവിടെ പ്രതിച്ഛായ വല്ലാതെ ഇടിഞ്ഞു. അങ്ങനെ പ്രതിച്ഛായ ഇടിഞ്ഞ സാഹചര്യത്തിൽ ആണ് തെരഞ്ഞെടുപ്പിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ പരാജയമുണ്ടായത്. അത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായയിൽക്കേറ്റ മങ്ങലാണ്. 2, ന്യൂനപക്ഷ അംഗങ്ങളുടെ മന്ത്രിസഭയിലെ സാന്നിധ്യം അത് കൂടുന്നത് ഹിന്ദു വോട്ടുകളെ അന്യമാക്കി. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ നേതൃത്വവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിമർശനമായിട്ടാണ് ഹൈക്കമാൻഡിന് രമേശ് ചെന്നിത്തല കത്തെഴുതിയിരിക്കുന്നത്. ആ കത്തിന്റെ പകർപ്പാണ് പീപ്പിൾ TV പുറത്തുവിട്ടത്. ഇപ്പോൾ മുകുൾ വാസനിക്ക് ചർച്ചയിൽ പങ്കെടുക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുന്നു ഹൈക്കമാൻഡിന്റെ. സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയുമായും ഒക്കെ 3 നേതാക്കന്മാരും ചർച്ചയ്ക്ക് എത്തണം 22-ാം തീയതി എന്ന വാർത്തയും പുറത്തെത്തുന്നു. ഇതാണ് കാര്യം. അല്ല, അതിനകത്ത് അദ്ദേഹത്തിന്റെ വേർഷൻ ആയിരിക്കാം ഒരുപക്ഷെ അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. ഇവിടെ KPCC പരാജയ കാരണത്തെ കുറിച്ച് കഴിഞ്ഞ 2-3 ദിവസം കണ്ടിന്യൂസ് ആയി ജില്ലയിലെ മുഴുവൻ നേതാക്കളെയും വിളിച്ചിരുത്തി ചർച്ച ചെയ്തു. അതിനുശേഷം ഓരോ ജില്ലയ്ക്ക് ഇതേക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഞാനടക്കമുള്ള 14 ഭാരവാഹികളെ ജില്ലയിലേക്ക് അയച്ചു. അവിടെ നിന്നുള്ള പരാതികൾ കേട്ടു, അതേക്കുറിച്ച് റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ആ റിപ്പോർട്ടിങ്ങിലോ അല്ലെങ്കിൽ ഈ ചർച്ചയിലോ എവിടെയും ഇല്ലാത്ത ഒരു കാര്യമാണ് ഈ പറഞ്ഞിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹം എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്കറിയില്ല. അതേക്കുറിച്ച് അറിയാതെ ഞാൻ ഒരു ആധികാരികമായ അഭിപ്രായം പറയുന്നത് ശരിയല്ല. കേരളത്തിൽ പരാജയത്തിന് മറ്റു പല കാരണങ്ങളുണ്ട്. ഒരുപാട് കാരണങ്ങളിൽ ഉള്ളതായിട്ടാണ് ചർച്ചകളിലും കണ്ടെത്തലുകളിലും ഉള്ളത്. അത്തരം കണ്ടെത്തലുകളിൽ ഒന്നും ഈ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർന്നതും അതുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം ഉന്നയിക്കുന്ന അതേ ആരോപണമാണ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയും ഉന്നയിക്കുന്നത്. അങ്ങനെ ഒരു വാദഗതി അവിടെ ഉയർന്നില്ല ശ്രീ കെ പി അനിൽകുമാർ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരത്തിലൊരു പരാമർശം നടത്തിയ കത്ത് നൽകിയത് എന്നറിയാതെ അതേക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയാൻ സാധ്യത. തീർച്ചയായും ഏതായാലും മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ തകർന്നു എന്നുള്ളൊരു അഭിപ്രായം കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇതേ സംബന്ധിച്ചുള്ള വാർത്തകളോട് സുധീരൻ പ്രതികരിച്ചു. KPCC അധ്യക്ഷൻ പ്രതികരിച്ചത് ഇങ്ങനെയാണ്: തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 75 മണിക്കൂറോളം ചർച്ചകൾ നടന്നു, താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ. പക്ഷേ അവിടെ ഒന്നും രമേശ് ചെന്നിത്തല ഈ വിഷയങ്ങൾ പറഞ്ഞില്ല എന്നാണ് പറഞ്ഞത്. രമേശ് ചെന്നിത്തല പ്രതിച്ഛായയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കെതിരെ പറഞ്ഞത് കളവാണെന്നോ അതിനെ ഞാൻ തള്ളുന്നു എന്നോ സുധീരൻ പറഞ്ഞതുമില്ല. അല്ല, അതാ ഞാൻ സൂചിപ്പിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 ദിവസങ്ങളിലായി നടന്ന ചർച്ചയിൽ എവിടെയും ആഭ്യന്തരമന്ത്രി എന്ന് മാത്രമല്ല കേരളത്തിലെ ഒരു ജില്ലകളിൽ നിന്നും അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ്, KPCCയുടെ ഭാരവാഹികളോ DCCയുടെ ഭാരവാഹികളോ മുഖ്യമന്ത്രിമാരോ ഒന്നും തന്നെ പറയാത്ത ഒരു കാര്യമാണ് ഇപ്പോ ചർച്ചാ വിഷയമായിട്ടുള്ളത് എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. അതാണ്, തീർച്ചയായും വ്യക്തമാണ്. ശ്രീ അനിൽകുമാർ, വളരെ നന്ദി ഈ നിമിഷത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഇപ്പോൾ MR സജേഷ് ഞങ്ങളുടെ പ്രതിനിധി ചേരുകയാണ്. സജേഷ്, സമഗ്രമായി വിലയിരുത്തിയാൽ, അതായത് പന്തളം സുധാകരൻ പറയുന്നു ഒരുപക്ഷെ രമേശ് ചെന്നിത്തല ആ ഉന്നയിച്ച കാര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട മെറിറ്റ് ഒരുപക്ഷെ നല്ല രീതിയിൽ യുക്തഭദ്രമായി പാർട്ടിയെ നന്നാക്കാൻ ഉപകരിക്കുന്നതാണ് എന്ന്. പരിമിതികളുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. തീർച്ചയായും KP അനിൽകുമാറും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഇമേജ് തകർന്നതായി താൻ വിശ്വസിക്കുന്നില്ല. രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകളിലൊന്നും പറയാത്ത കാര്യങ്ങൾ ഇപ്പോൾ കത്തിലൂടെ പറയുന്നു എന്നത് തീർച്ചയായും പ്രതിഷേധം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയോ സംഭവങ്ങൾ കൃത്യമായ രീതിയിൽ ഉരുണ്ടുകൂടുന്നു എന്ന്. പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ട ഈ കത്തിൻ്റെ പകർപ്പ് ഒരുപക്ഷെ രമേശ് ചെന്നിത്തല നിഷേധിച്ചെങ്കിൽ പോലും ഇപ്പോൾ ഹൈക്കമാൻഡ് ഇടപെടുന്നു 3 നേതാക്കന്മാരെയും കേന്ദ്രത്തിലേക്ക് വെച്ച്. സമഗ്രമായൊരു വിലയിരുത്തലിലേക്ക് പോയാൽ സജേഷ്.
അജിംഷാദ്, പീപ്പിൾ ടി വി പുറത്തുവിട്ട രമേശ് ചെന്നിത്തലയുടെ കത്ത് ഗുരുതരമായ പ്രശ്നങ്ങളാണ് കോൺഗ്രസിനകത്ത് സംസ്ഥാനത്ത് ഉണ്ടാക്കുന്നത്. ആരും ഒന്നും ഇതുവരെ പരസ്യമായും പരസ്പരം എതിർപ്പ് പ്രകടിപ്പിച്ച് പറഞ്ഞില്ലെങ്കിലും വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ, ഗ്രൂപ്പുകൾക്കിടയിലുള്ള വിള്ളലും ഒപ്പം സുധീറിനെ അനുകൂലിക്കുന്നവരുടെ നിലപാടും ഇപ്പോൾ നമ്മളോട് തന്നെ അവർ പറയുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. രമേശ് ചെന്നിത്തലയുടെ കത്തിൽ ഉമ്മൻചാണ്ടിയെ മാത്രമല്ല കുറ്റപ്പെടുത്തുന്നത്, VM സുധീറിനെയും കുറ്റപ്പെടുത്തുന്നുണ്ട്. ഉമ്മൻചാണ്ടിയുടെ അഴിമതി പ്രതിച്ഛായ പാർട്ടിക്ക് മോശമായി വന്നു, അത് തെരഞ്ഞെടുപ്പിൽ ബാധിച്ചു എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ സംഘടന ശക്തമായിരുന്നില്ല, ഞാൻ ഉണ്ടായിരുന്നപ്പോഴുള്ള തരത്തിലുള്ള മുന്നൊരുക്കങ്ങൾ സംഘടനാപരമായി നടന്നില്ല എന്ന കുറ്റപ്പെടുത്തൽ VM സുധീറിന് നേരെ കൂടിയാണ്. ഇതിൽ എ ഗ്രൂപ്പ് വൃത്തങ്ങൾ വലിയ പ്രതിഷേധം ഉമ്മൻചാണ്ടിക്കെതിരെയുള്ള കാര്യത്തിൽ അവർ മനസ്സിൽ പറയുന്നു. എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും സുധീറിനെതിരെ ഒരുമിച്ച് നീങ്ങുന്ന തരത്തിലുള്ള ഒരു ധാരണയായിരുന്നു സംസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. അതിന് വിള്ളൽ വീണിരിക്കുന്നു. രമേശിന്റെ കത്തിനെ കുറിച്ച് വളരെ നേരത്തെ തന്നെ സൂചനകൾ പുറത്തുണ്ടായിരുന്നു. രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിനെ കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ അതൃപ്തി അറിയിച്ചത് മുഖ്യമന്ത്രിയുടെ പ്രവർത്തനത്തിനെ കുറിച്ചുള്ള അതൃപ്തിയാണ് എന്ന തരത്തിലുള്ള വാർത്തകൾ നേരത്തെ വന്നിരുന്നു. അന്നത് തീർത്തും നിഷേധിക്കുന്ന നിലപാടായിരുന്നു രമേശ് ചെന്നിത്തല സ്വീകരിച്ചത്. അത് ശരിവെക്കുന്ന തരത്തിലാണ് ഇന്ന് കത്ത് പുറത്തു വന്നിരിക്കുന്നത്. അത് AI ഗ്രൂപ്പുകളുടെ ഒരുമിച്ചുള്ള സുധീറിനെതിരെയുള്ള പോക്കിൽ വിള്ളൽ വീഴ്ത്തും. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന നിലപാടാണ് എ ഗ്രൂപ്പിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കൂടെ നിന്നുകൊണ്ട് കാലുവാരുന്ന തരത്തിലേക്ക്, അതും വലിയ തോതിൽ ഒരു തരത്തിലും സംസ്ഥാനത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ നീണ്ട ചർച്ചകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ കുറിച്ച് നടന്നിരുന്നു. അതിലൊന്നും തന്നെ പറയാത്ത അഭിപ്രായം ഹൈക്കമാൻഡിനെ അറിയിച്ചു. ഒരിക്കലും ഹൈക്കമാൻഡിന് അയച്ച കത്ത് പുറത്തു വരില്ലെന്ന് രമേശ് ചെന്നിത്തല കരുതി. എന്നാൽ അത് പുറത്തു വന്നതോടുകൂടി രമേശിന്റെ നിലപാട് വ്യക്തമാവുന്ന എന്ന അഭിപ്രായമാണ് എ ഗ്രൂപ്പ് നേതാക്കൾക്കുള്ളത്. അവരാരും പരസ്യമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അതേസമയം സുധീരൻ അനുകൂലികളും ഈ കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്തുണ്ട്. KPCയുടെ സംഘടനാ സംവിധാനം നേരത്തെ പോലെ ചലിക്കുന്നില്ല എന്നാണ് ഹൈക്കമാൻഡ് അയച്ച ഈ കത്തിൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുള്ളത്. ഞാൻ KPC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഉണ്ടായിരുന്ന മുന്നൊരുക്കങ്ങൾ തെരഞ്ഞെടുപ്പിന് നടന്നില്ലെന്നും പറയുന്നു. ഈ കത്ത് വളരെ കൃത്യമായി രമേശ് ചെന്നിത്തല ഹൈക്കമാൻഡിന് തന്നെ നൽകിയതാണ്. ഇത് ആദ്യം ഈ കത്ത് അയച്ചു കൊടുക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ഹൈക്കമാൻഡ് രമേശ് ചെന്നിത്തല ദില്ലിയിൽ കണ്ടപ്പോഴും ഈ അതൃപ്തി അറിയിച്ചു. ഇത് വളരെ രഹസ്യമായാണ് രമേശ് ചെന്നിത്തല ഇക്കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ഒരു തരത്തിലും സംസ്ഥാന നേതൃത്വത്തിനകത്ത് ഇത് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഐ ഗ്രൂപ്പ് വൃത്തങ്ങൾ ഇത്തരത്തിൽ ഒരു അതൃപ്തി നേരത്തെ തന്നെ പന്തള സുധാകരൻ സൂചിപ്പിച്ചതുപോലെ 1.5 മാസമായി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നു. അതിലെ അതേ വാക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഈ കത്തിന്റെ ഗൗരവം ഹൈക്കമാൻഡിന് അറിയാം. സംസ്ഥാന കോൺഗ്രസിൽ വലിയ വിള്ളൽ രൂപപ്പെടാൻ പോകുന്നു. അത് തന്നെയാണ് സജേഷ് ഒരു കാര്യം കൂടി അവസാനമായി, അതായത് മുഖ്യമന്ത്രിക്കെതിരെ മുഖ്യമന്ത്രിയുടെ ഇമേജ് തകരുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ വാദം തങ്ങൾക്കുണ്ട് എന്ന് കത്തിൽ പരാമർശിക്കുമ്പോൾ തന്നെ അതിനുള്ള വാക്വം സ്പേസ് മറ്റാരിലേക്കും പോകരുത്, സ്വാഭാവികമായി സുധീരനിലേക്ക് പോകരുത് എന്നതിന്റെ കരുതൽ കൂടി രമേശ് ചെന്നിത്തല ആ കത്തിൽ, നമ്മൾ പുറത്തുവിട്ട കത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതൊരു പക്ഷേ ഭീകരമായ രീതിയിലുള്ള ചർച്ചയിലേക്കും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രതിരോധങ്ങളിലേക്കും ഉരുണ്ടുകൂടിയിട്ടുണ്ട് കോൺഗ്രസിനുള്ളിൽ എന്ന് തന്നെയാണ് സജേഷ്. തീർച്ചയായും ഷാദ്, രമേശ് ചെന്നിത്തല ഈ കത്ത് തന്റേതല്ലെന്ന് നിഷേധിക്കും. അത്തരം ഒരു കത്ത് നൽകിയിട്ടില്ലെന്ന് നിഷേധിക്കും. ഇത് പാർട്ടിക്ക് അയച്ച കത്താണ്, മറ്റു രീതിയിലും പുറത്തു വരില്ലെന്നും രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം. ഈ കത്ത് നിഷേധിച്ചു കഴിഞ്ഞാൽ അതോടുകൂടി പ്രശ്നം തീരും എന്ന രീതിയിലാണ് ഐ ഗ്രൂപ്പ് നേതാക്കൾ സംസാരിക്കുന്നത്. എന്നാൽ ഇത് മാനസികമായി തന്നെ എ ഗ്രൂപ്പ് ഐ ഗ്രൂപ്പും തമ്മിലുള്ള വിള്ളൽ വളരെ ശക്തമാക്കും. ഉമ്മൻചാണ്ടിയുടെ അഴിമതിയെ സാധൂകരിക്കുന്ന തരത്തിൽ ആഭ്യന്തരമന്ത്രി അയച്ചിട്ടുള്ള കത്താണിത്. ആ രീതിയിലുള്ള ഗൗരവമുണ്ട്. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിനെതിരെ തിരിഞ്ഞിട്ടുള്ള രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സുധീരൻ അനുകൂലികളും അതേ സമയത്ത് തന്നെ തിരിയും. അജിംഷാദ്, തീർച്ചയായും വ്യക്തമാണ്. സജേഷാണ് വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്. അതായത് പീപ്പിൾ TV ഇന്ന് പുറത്തുവിട്ട രമേശ് ചെന്നിത്തലയുടെ കത്തിൻ്റെ പകർപ്പ് വലിയ കോളിളക്കങ്ങളാണ്, അല്ലെങ്കിൽ രാഷ്ട്രീയ തർക്കങ്ങൾക്കാണ് കോൺഗ്രസിൽ ആഭ്യന്തരമായി വഴിയൊരുക്കിയിരിക്കുന്നത്. 3 നേതാക്കന്മാരെയും, ഉമ്മൻചാണ്ടിയെയും VM സുധീരനെയും രമേശ് ചെന്നിത്തലയും ഹൈക്കമാൻഡ് ദില്ലിയിലേക്ക് 22-ാം തീയതി വിളിപ്പിച്ചിട്ടുണ്ട്. അതിന് പുറമെ ചേരിതിരിഞ്ഞുള്ള സംസാരങ്ങളും
ആരോപണങ്ങളുമായി കോൺഗ്രസ് രാഷ്ട്രീയം ഉരുത്തിരിയുകയാണ്. രമേശ് ചെന്നിത്തല ഇത്തരത്തിലൊരു കത്ത് പുറത്തുവിടുകയും ഒപ്പം VM സുധീരന് കൂടി ഒളിയമ്പ് ചാർത്തുന്ന കത്തിലെ പരാമർശങ്ങളും ഒക്കെ കടുത്ത വിഭാഗീയതയ്ക്കും ഭിന്നതയ്ക്കും രൂക്ഷമായ തർക്കങ്ങൾക്കുമൊക്കെ ഇടവരുത്തുന്ന കാര്യങ്ങളും കാഴ്ചകളുമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയെയും സുധീരനെയും രമേശ് ചെന്നിത്തലയും 22-ാം തീയതി കാണണമെന്ന് ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടിരിക്കുന്നു. കത്തിൻ്റെ പകർപ്പ് ഇന്ന് പുറത്തുവിട്ടത് പീപ്പിൾ TV ആയിരുന്നു.